ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ എന്ന സിനിമ അങ്ങനെ വിജയകരമായിട്ട് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 6ാം ദിവസം ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 1,00,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇതോടെ 6 ദിവസങ്ങൾ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 9,99,000 പരം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. അപ്പം മാർക്കോയുടെ 5 ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ണി മുകുന്ദൻ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രം 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രത്തിന് 50 കോടി ക്ലബിൽ ഇടം നേടാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മാർക്കോ 6ാം ദിവസമായ ഇന്നലെ ക്രിസ്മസ് ദിനത്തിലെ ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് ഒന്ന് നോക്കാം. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിൽ മാത്രം ഇന്നലെ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് മാർക്കോയുടേത് 1004 ആണ്. അതിന് തലേ ദിവസം കേരളത്തിൽ മാത്രം ചിത്രം 1124 ഷോകളാണ് കളിച്ചത്. ക്രിസ്മസ് ദിനത്തിൽ ഓഡിയൻസ് ആയി കേരളത്തിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,81,000 പരം ആൾക്കാരാണ്. 70% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ 47 ഹൗസ്ഫുൾ ഷോകളും 199 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും ചിത്രം ഇന്നലെ കളിച്ചിരുന്നു. 6ാം ദിവസത്തെ കേരള ഫൈനൽ ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വന്നപ്പോൾ 2,79,00,000 രൂപയാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് തുടർച്ചയായ 3ാം ദിവസവും 3 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ചിത്രം സ്വന്തമാക്കുമെന്ന് ഇതോടെ ഉറപ്പ്. റിലീസ് ചെയ്ത ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 21 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. ഇന്നലത്തെ കളക്ഷൻ കൂടി പുറത്തു വരുന്നതോട് കൂടി തന്നെ ചിത്രം 25 കോടി ക്ലബിൽ ഇടം നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ട് പോലും മാർക്കോയുടെ കളക്ഷനിൽ വലിയ തോതിൽ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ 56-57 കോടി റേഞ്ചിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ ക്രിസ്മസ് റിലീസായി എത്തിയ മലയാള സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.